മാന്യപ്രേക്ഷകർക്ക് ആറ്റുകാൽ ജ്യോതിശാസ്ത്രം പരിപാടിയിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ മാസം 22 മുതൽ 28 വരെയുള്ള വാരഫലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. 2024 സെപ്റ്റംബർ മാസം 28 ശനിയാഴ്ചയാണ് വെട്ടിക്കോട്ട് ആയില്യം. നാഗരാജ ക്ഷേത്രമാണ്, വളരെ പ്രധാനപ്പെട്ടൊരു ക്ഷേത്രമാണ്. നാഗപ്രീതിക്ക് വേണ്ടിയിട്ട് ആരാധിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ക്ഷേത്രമാണ്. അതായത് ത്വക്ക് രോഗങ്ങൾ മാറുന്നതിനും ശത്രുദോഷം മാറുന്നതിനും രാഹു കേതു ദോഷങ്ങൾ മാറുന്നതിനും സർപ്പപ്രീതി വരുത്തുന്നത് വളരെ നല്ലതാണ്. മേടരാശി. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 ആഴ്ച ചേരുന്ന 2.25 നക്ഷത്രമാണ് മേടരാശി. മേടരാശിക്കാർക്ക് പൊതുവെ ഈ വാരം സാമ്പത്തിക നില മെച്ചമായിരിക്കും. സാമ്പത്തിക അഭിവൃദ്ധിയും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. ദാമ്പത്യപരമായിട്ട് ഈ വാരം നന്നായിരിക്കും. കർമ്മസംബന്ധമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാവും. വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത ഉണ്ടാവും. മാതൃപിതൃ സ്വത്തുക്കളൊക്കെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചകളും പ്രതീക്ഷിക്കാം. ഗൃഹവാഹനാദി ഗുണം ഈ വാരത്തിലുണ്ടാവും. സ്വന്തമായിട്ട് വളരെ ആളുകളായിട്ട് വീട് വയ്ക്കാനോ സ്ഥലം വാങ്ങിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. ഇടവരാശി. കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക കൂടി ചേരുന്ന 2.25 നക്ഷത്രമാണ് ഇടവരാശി. ഇടവരാശിക്കാർക്ക് ഈ വാരം ശാരീരികമായിട്ട് ചെറിയ ചെറിയ പ്രയാസങ്ങളോ വിഷമങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചെലവുകൾ വർദ്ധിക്കും. സംസാരത്തിലൂടെ ശത്രുത വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുൻകോപം പിടിവാശം കഴിയുന്നത് കുറയ്ക്കണം. മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട്. സന്താന ഗുണം പ്രതീക്ഷിക്കാം. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കും. കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ ഈ വാരത്തിലുണ്ടാവും. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കാം. മിഥുനരാശി. മകയിരത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മിഥുനരാശി. മിഥുനരാശിക്കാർക്ക് ഈ വാരം പൊതുവേ ദാമ്പത്യമായിട്ട് അത്ര നല്ല സമയമല്ല. ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. മുൻകോപം പിടിവാശം കഴിയുന്നത് കുറയ്ക്കണം. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ ശാരീരിക അസ്വസ്ഥതകളും വിഷമങ്ങളും ഉണ്ടാവും. ഗൃഹമാറ്റത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും വളരെ ശ്രദ്ധിക്കണം. ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മുൻകോപം കുറയ്ക്കണം. വാഹന സംബന്ധമായിട്ടും ചെലവുകൾ വർദ്ധിക്കും. ദോഷപരിഹാരമായിട്ട് ചൊവ്വാപ്രീതി വരുത്തുക. ഭഗവതി ക്ഷേത്രത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും. കർക്കിടരാശി. പുണർത്തിൻ്റെ അവസാനത്തെ 15 ആഴ്ചയും പൂയവും ആയില്യവും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കർക്കിടരാശി. സാമ്പത്തിക അഭിവൃദ്ധിയും മനസ്സന്തോഷവും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സഹോദര സ്ഥാനികളിൽ നിന്നും ഗുണാനുഭവങ്ങളൊക്കെ അനുഭവപ്പെടും. മാതൃഗുണം ഈ വാരത്തിലുണ്ടാവും. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. പൊതുവെ ഈ വാരം നന്നായിരിക്കും. ചിങ്ങരാശി. മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 ആഴ്ച ചേരുന്ന 2.25 നക്ഷത്രമാണ് ചിങ്ങരാശി. ചിങ്ങരാശിക്കാർക്ക് ഈ വാരം കർമ്മസംബന്ധമായിട്ട് പല വിധത്തിലുള്ള നേട്ടങ്ങളും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. മനസ്സിന് സമാധാനവും സന്തോഷമൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ സുഖം ഈ വാരത്തിലുണ്ടാകും. ചെലവുകൾ അല്പം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയ സാധ്യത ഉണ്ടാവും. ആരോഗ്യനില മെച്ചമായിരിക്കും. കന്നിരാശി. ഉത്രത്തിൻ്റെ മുക്കാലും അത്തവും ചിത്രയുടെ ആദ്യത്തെ 30 നാഴിക കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖവും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തൊഴിൽ തടസ്സങ്ങളും ശത്രുദോഷവും മറ്റുള്ളവരുടെ അപ്രീതിയും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സഹോദര ഗുണം പ്രതീക്ഷിക്കാം. സാമ്പത്തിക നില മെച്ചമായിരിക്കും. പിതൃഗുണവും പിതൃ സമ്പത്ത് ലഭിക്കും. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. പൊതുവെ തൊഴിൽപരമായിട്ട് മാത്രം അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രീതി വരുത്തുക.
ഭഗവതി ക്ഷേത്രത്തിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും. തുലാരാശി ചിത്രയുടെ അവസാനത്തെ 30 നാഴികയും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് തുലാരാശി. തുലാരാശിക്കാർക്ക് ഈ വാരം പിതാവിനോ പിതൃബന്ധുക്കൾക്കോ അരിഷ്ടതകളും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാകും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. മാതൃഗുണം ഈ വാരത്തിലുണ്ടാകും. ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാകും. പൊതുവെ ഇടവിട്ട് ഭാഗ്യം അനുഭവിക്കാൻ സാധ്യതയുണ്ട്. വൃശ്ചികരാശി വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴിക അനിടവും തൃക്കേട്ടയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് വൃശ്ചികരാശി. വൃശ്ചികരാശിക്കാർക്ക് ഈ വാരം ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല. ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സന്താന ഗുണം പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. സഹോദരാദി ഗുണം ഈ വാരത്തിൽ അനുഭവപ്പെടും. ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. വിവാഹാദി മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കാണുന്നുണ്ട്. പുതിയ വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. പൊതുവെ വാരം നന്നായിരിക്കും. ധനുരാശി മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴി ചേരുന്ന 2.25 നക്ഷത്രമാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് ദാമ്പത്യപരമായിട്ട് അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ്. മുൻകോപം പിടിവാശിയും കുറയ്ക്കുന്നത് വളരെ നല്ലതാണ്. മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. പൊതുവെ ഈ വാരം ദാമ്പത്യരായിട്ട് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിനും നന്നായിരിക്കും. മകരരാശി ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മകരരാശി. മകരരാശിക്കാർക്ക് ഈ വാരം പിതാവിനോ പിതൃബന്ധുക്കൾക്കോ അരിഷ്ടത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാതൃഗുണവും മാതൃസമ്പത്തും പ്രതീക്ഷിക്കാം. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. അന്യദേശവാസത്തിനും യോഗം കൂടുതലാണ്. ഗൃഹവാഹനാദി ഗുണം പ്രതീക്ഷിക്കാം. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. പൊതുവെ വാരം നന്നായിരിക്കും. കുംഭരാശി അവിട്ടത്തിന് അവസാനത്തെ 30 നാഴികയും ചതയവും പൂരിട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് വിവാഹാദി കാര്യങ്ങൾക്ക് അനുകൂല സമയമാണ്. വളരെ നാളുകളായിട്ട് വിവാഹം നടക്കാതെ വിഷമിക്കുന്നവർക്ക് വിവാഹ സാധ്യത തെളിഞ്ഞു വരും. സാമ്പത്തിക നില മെച്ചമായിരിക്കും. ഗൃഹവാഹനാദി ഗുണം പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാകും. സന്താനങ്ങളാൽ മനസ്സമാധാനക്കുറവോ വിഷമങ്ങളോ അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാം. മീനൻ രാശി പൂരിട്ടായുടെ അവസാനത്തെ 15 നാഴികയും ഉത്രട്ടാതി രേവതിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മീനൻ രാശി. മീനൻ രാശിക്കാർക്ക് ദാമ്പത്യമായിട്ട് ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളോ പ്രയാസങ്ങളോ വിരഹദുഃഖമോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. മാതാവിനോ ബന്ധുക്കൾക്കോ അരിഷ്ടത ഉണ്ടാവും. വാഹന സംബന്ധമായിട്ടോ ഭൂമി സംബന്ധമായിട്ടോ ഗൃഹസംബന്ധമായിട്ടോ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. പൊതുവെ ഈ വാരം നന്നായിരിക്കും. ആറ്റുകാൽ ജ്യോതിശാസ്ത്രം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. കത്തുകൾ അയക്കേണ്ട വിലാസം: ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ, രമാ ജ്യോതിഷാലയം, മണക്കാട് PO, തിരുവനന്തപുരം 9. നേരിട്ട് മറുപടി ലഭിക്കാൻ ഫോൺ ചെയ്യുക 9447471711.